ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 6 എൻ സി ആർ ടി ആയിരുന്നു. ക്ലാസ് 6 എൻ സി ആർ ടി നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് 6 എൻ സി ആർ ടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ എൻ സി ആർ ടിയിൽ നമുക്ക് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് സയൻസ് ആണ്. സോ സയൻസിലേക്ക് വരുന്ന സമയത്ത് വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ക്ലാസ് 6 ടു 10th എൻ സി ആർ ടിയുടെ സയൻസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ലൈക്ക് വൺ സ്ട്രെച്ചിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം അതിന്റെ എല്ലാ ടോപ്പിക്സും നമുക്ക് ആവശ്യമില്ല, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് മാത്രമേ ആവശ്യമുള്ളൂ. എ ടു സെഡ് കവർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളത് തൽക്കാലം അവിടെ മാറ്റി വെക്കുകയാണ്, സയൻസിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ നൗ വി വിൽ ബി മൂവിങ് ഓൺ ടു ക്ലാസ് 7 എൻ സി ആർ ടി. ഓക്കെ, ക്ലാസ് 7 എൻ സി ആർ ടി ആണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ പൊളിറ്റി ആണ്. ഓക്കെ, സോ പൊളിറ്റി ആണ്. അതിൽ അറ്റ്ലീസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നതായിരിക്കും. സോ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഓൺ ഇക്വാലിറ്റി. സോ ഇക്വാലിറ്റിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് റോൾ ഓഫ് ദി ഗവൺമെന്റ് ഇൻ ഹെൽത്ത്. ഹെൽത്ത് സെക്ടറിലുള്ള ഗവൺമെന്റിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. അടുത്ത ചാപ്റ്റർ ഹൗ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വർക്ക്. സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ യു പി എസ് സി സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടുള്ളതാണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, സോ ലക്ഷ്മികാന്തിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ അതിലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ അടുത്തത് ജെൻഡറിനെ കുറിച്ചിട്ടാണ്. യു പി എസ് സി പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണ് ജെൻഡർ ആൻഡ് ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ്, ജെൻഡർ ഇനീക്വാളിറ്റീസ്, ജെൻഡർ ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഈ രൂപത്തിൽ പല തവണ യു പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ എന്നുള്ളതിന് ആസ് സച്ച് എടുത്തിട്ടുണ്ട്, ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം എസ് എ ടു ദി ജി എസ് പേപ്പർ 1, 2, 3, 4 എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എസ് എ മുതൽ ജി എസ് പേപ്പർ 1 മുതൽ 4 വരെയുള്ള എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു തീമാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഗ്രോയിങ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, അടുത്തത് വുമൺ ചേഞ്ച് ദ വേൾഡ്, ഹൗ ദ വുമൺ ഇസ് ചേഞ്ചിങ് ദ വേൾഡ്. സോ ഈ ഒരു കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനുശേഷം വരുന്ന ചാപ്റ്റേഴ്സ് അത്രത്തോളം റെലവെന്റ് അല്ല. കാരണം ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് എക്കണോമിയാണ്. റാദർ ദാൻ പൊളിറ്റി, ഒരു എക്കണോമി എന്ന് പറയുന്ന ആസ്പെക്ട് ആണ് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് മീഡിയ. സോ മീഡിയ ഇസ് ആൾസോ വെരി റെലവെന്റ്. അത് നമ്മുടെ യു പി എസ് സിയുടെ നിങ്ങളുടെ മെയിൻ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാത്ത ഒരു സാധനമാണ് മീഡിയ. അത് നിങ്ങൾ ആസ് സച്ച് കവർ ചെയ്യില്ല. ബട്ട് യു വിൽ ബി സ്റ്റഡിങ് അബൌട്ട് സോഷ്യൽ മീഡിയ. ഓക്കെ, യു വിൽ ബി സ്റ്റഡിങ് അബൌട്ട് സോഷ്യൽ മീഡിയ ആൻഡ് ദ ന്യൂ ഏജ് ലൈക്ക് ഡിഫറെന്റ് ടെക്നോളജീസ്. അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സെപ്പറേറ്റ്ലി പഠിക്കും. അത് ജി എസ് പേപ്പർ 3-ലായിരിക്കും പഠിക്കുന്നത്. അതിലെ രണ്ട് ടോപ്പിക്സ്, ഒന്ന് ലൈക്ക് ടെക്നോളജി ആസ്പെക്ട്സിലും നിങ്ങൾ പഠിക്കും, രണ്ടാമത്തത് ഇന്റേണൽ സെക്യൂരിറ്റി ആസ്പെക്ട്സിലും ഈ ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ആസ് സച്ച് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് വേറെ എവിടെയും പഠിക്കില്ല. ബട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് യു പി എസ് സി എസ് എ പോലെയുള്ള സബ്ജക്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഞാൻ രണ്ട് ഏരിയ എംഫസിസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ജെൻഡർ, രണ്ടാമത്തത് ഈ പറയുന്ന മീഡിയ. ഈ രണ്ട് കാര്യങ്ങളും യു പി എസ് സി ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ രൂപത്തിൽ യു പി എസ് സി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇതില് വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബയാസ്ഡ് മീഡിയ ഇസ് എ റിയൽ ത്രെറ്റ് ടു ദി ഇന്ത്യൻ ഡെമോക്രസി. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയനെ കുറിച്ചിട്ട് ആസ് സച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, യു പി എസ് സി പല തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു എസ്സേയിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ബയാസ്ഡ് മീഡിയ ഇസ് എ റിയൽ ത്രെറ്റ് ടു ദി ഇന്ത്യൻ ഡെമോക്രസി. അപ്പൊ ഈ ഒരു രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മീഡിയനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ യു പി എസ് സി പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജെൻഡർ എന്ന് പറയുന്നത്. സോ ജെൻഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യു പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. സോ അതിൽ എസ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്.
ഞാൻ ഓഡിബിൾ ആണോ? പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, സ്ക്രീൻ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ആ സർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. So just I will show you the essay questions. ഇതിനു മുമ്പ് UPSC ചോദിച്ചിട്ടുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ. ഓക്കെ, സോ ആസ് സച്ച് ജെൻഡർ എടുത്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഏരിയനെ എംഫസിസ് ചെയ്തുകൊണ്ട് UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സാർക്ക് ക്വസ്റ്റ്യൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? അത് കാണുന്നില്ല. ഓക്കെ, അത് ഞാൻ ചോദിച്ചത് സ്ക്രീൻ കാണുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ അനന്തയുടെ അമ്പളം കാണുന്നുണ്ടോ? ഓക്കെ, അല്ല സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഓക്കെ, ഫൈൻ. സോ ഇതൊരു ചോദ്യം. ഓക്കെ, സോ ഈ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക. പാട്രിയാർക്കി ഈസ് ലീസ്റ്റ് നോട്ടീസ്ഡ് യെറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്ട്രക്ചർ ഓഫ് ദ സോഷ്യൽ ഇനീക്വാളിറ്റി. സോ ഒരു സോഷ്യൽ ഇനീക്വാളിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ. പാട്രിയാർക്കി ഈസ് ദ ലീസ്റ്റ് നോട്ടീസ്ഡ് യെറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്ട്രക്ചർ ഓഫ് ദി സോഷ്യൽ ഇനീക്വാളിറ്റി. ഓക്കെ, സോ അതെന്താണ് ഡീറ്റെയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് അത് മാത്രം ആ ചോദ്യം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഈ ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബയാസ് ഇൻ മീഡിയ ഇസ് എ ത്രെറ്റ് ടു ദി ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ള ഈ ഒരു ചോദ്യം കൂടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് there were one more question. ഒരു എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Then this question, okay, girls are weighed down by restrictions, boys with a demand, two equally harmful discipline. ഓക്കെ, സോ ഇത് രണ്ടും നേരത്തെ നമ്മൾ കണ്ട പാട്രിയാർക്കിയുടെ ക്വസ്റ്റ്യൻ ആയാലും അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആയാലും രണ്ടും ഒരേ തീം തന്നെയാണ്, ഒരേ സാധനത്തിന്റെ രണ്ട് ഡിഫറൻസ് ആയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്, അതായത് ഗ്രോയിങ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, ഒരു ആൺകുട്ടിയായിട്ടും ഒരു പെൺകുട്ടിയായിട്ടും വളർന്നു വരുന്ന സമയത്ത് വാട്ട് ചാലഞ്ചസ് യു ആർ ഫേസിങ്, അത് തന്നെയാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ട് അതേ കാര്യമാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഗേൾസ് ആർ വെയ്ഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ്, ബോയ്സ് വിത്ത് ഡിമാൻഡ്. സോ വെൻ യു ആർ ലൈക്ക് ഗോയിങ് ആസ് എ ഗേൾ, യു ആർ വെയ്ഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ്. നിങ്ങളൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ there will be a lot of restrictions put upon you by the society, by the family. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അതുപോലെ നിങ്ങളുടെ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇഫ് യു ആർ എ ബോയ്, then the society will be demanding. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യും. There will be a lot of things you have to fulfill. So for example, like as a boy you have to maintain or you have to support the family. ഒരു ജോലി ഇമ്മീഡിയറ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കുക. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബോയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതേ കാര്യത്തിന് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ എസ്ഐയിലേക്ക് വേണ്ടിയിട്ട്. ബട്ട് ദിസ് ടു ചാപ്റ്റേഴ്സ് ആസ് ഐ സെഡ് ദിസ് ഇസ് മോർ ഇൻ ടു ദി എക്കണോമി. ഓക്കെ, പൊളിറ്റിയുടെ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നതല്ല. Now let's get into the discussion. Okay, so first chapter നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വാലിറ്റി ഇൻ ദി ഇന്ത്യൻ ഡെമോക്രസി. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. വാട്ട് ഇസ് ഇക്വാലിറ്റി, ഓക്കെ, ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ദി ഇന്ത്യൻ ഡെമോക്രസി. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. സോ എന്താണ് ഇക്വാലിറ്റി? ഓക്കെ, ഇക്വാലിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമ്മൾ ഒരു മാത്സിൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 100 ഇസ് ഈക്വൽ ടു 2 × 50 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ് യൂസ് ചെയ്തത്, 100 ഈക്വൽ ടു 2 × 50. അത് ഈക്വൽ ആണ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം തന്നെയാണ് ഉള്ളത്, മാറ്റമൊന്നുമില്ല. ഓക്കെ, സെയിം തന്നെയാണുള്ളത്. സോ ഇത് ഈക്വൽ ആണ്, രണ്ടും തുല്യമാണ്. ഓക്കെ, സോ രണ്ടും തുല്യമാണ്, അതിനാണ് നമ്മൾ ഈക്വൽ എന്ന് പറയുന്നത്.
പക്ഷേ ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, രണ്ട് സൈഡിലും നമ്മൾ ഒരേപോലെ അല്ല കൺസിഡർ ചെയ്യുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് രണ്ട് ആൾക്കാരുണ്ട്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് എ ഇസ് ദേർ ആൻഡ് ദർ ഇസ് ബി. ഇതിൽ ബി എന്ന് പറയുന്ന ആള് ഈസ് ലൈക്ക് ഫ്രം എ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഹീസ് എ പുവർ പേഴ്സൺ, പുവർ ആണ്, അത്രത്തോളം ഒന്നും സമ്പാദ്യ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. നേരെ മറിച്ച് എ എന്ന് പറയുന്നത് ഹി ഈസ് റിച്ച്, ഹി ക്യാൻ അഫോർഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലൈക്ക് കോച്ചിങ്, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കോച്ചിങ്ങുകൾ, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ, മെറ്റീരിയൽസ്, ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് UPSC, ഇവർ രണ്ടുപേരും UPSC എക്സാമിനേഷൻ ആണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേ കട്ട് ഓഫ് ആണ് വെക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് 89, ഓക്കെ, പ്രിലിംസിന്റെ കട്ട് ഓഫ് 89 ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഫേവറിങ് എ. കാരണം ഈ എനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് ടെസ്റ്റ് സീരീസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ബി എന്ന് പറയുന്നത് ഫ്രീ റിസോഴ്സസ് നിന്ന് പഠിച്ചുണ്ടാക്കി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കേണ്ട ആളാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരേ കട്ട് ഓഫ് എന്ന് പറയുന്ന സമയത്ത് അത് ബിയെ സംബന്ധിച്ചുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്ക് നമ്മൾ കട്ട് ഓഫ് 89 വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഒരു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയതുകൊണ്ട് വി വിൽ റെഡ്യൂസ് ഹിസ് കട്ട് ഓഫ് ടു ലൈക്ക് 85. ഓക്കെ, അപ്പൊ ഇതിനൊരു ആപേക്ഷികമായിട്ട്, ഒരു റിലേറ്റീവ് ആയിട്ട് ഒരു ലോവർ കട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യും? ബിക്ക് ഫിക്സ് ചെയ്യും. എക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 89 ആയിരിക്കും. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും? ഇവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഇൻ എക്കണോമി, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡിവൈഡ്, ഓക്കെ, എക്കണോമിക് ഡിവൈഡ്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? രണ്ടുപേർക്കും കുറെ കൂടി ഒരു ഈക്വൽ കോമ്പറ്റേറ്റീവ്നെസ് കിട്ടും, അല്ലെങ്കിൽ വി ക്യാൻ എസ്റ്റാബ്ലിഷ് എ സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ്, അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് കിട്ടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിക്കും എന്ത് ചെയ്യാം? ഇനി സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാം, ആൻഡ് ഹി ആൾസോ ക്യാൻ സെക്യൂർ എ പ്ലേസ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഓർ ഇൻ ദ ഫൈനൽ PDF. അപ്പൊ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇക്വാലിറ്റി കൊണ്ടുവരുന്നത്. രണ്ടുപേർക്കും സെയിം അല്ല നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ രണ്ടുപേർക്കും 89 തന്നെ കട്ട് ഓഫ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കട്ട് ഓഫ് ഫോർ എ ഈസ് ഈക്വൽ ടു കട്ട് ഓഫ് ഫോർ ബി ആണെങ്കിൽ ഇതിനെ നമുക്ക് ഈക്വൽ ആണ് എന്ന് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല നോക്കിയത്. ഇവരുടെ സർക്കംസ്റ്റാൻസസും കണ്ടീഷനും നോക്കിയിട്ട് ബിയുടെ കട്ട് ഓഫ് നമ്മൾ കുറച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വാലിറ്റി എന്ന് പറയുന്നത്. സോ ഈക്വലും ഇക്വാലിറ്റിയും തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. സ്ലൈറ്റ് അല്ല, ലൈക്ക് വെരി മച്ച് ഡിഫറൻസ് ഇസ് ദിയർ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യൻ സൊസൈറ്റി ഈക്വൽ ആക്കാനല്ല, ബട്ട് ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ പ്രിയമ്പിൾ പഠിച്ച സമയത്തും ഈ ഇക്വാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പ്രിയമ്പിൾ നിങ്ങളുടെ അടുത്ത് പഠിക്കണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രിയമ്പിൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യയുടെ പ്രിയമ്പിൾ ഒന്ന് നോക്കാം, അതിൽ പറയുന്ന ഇക്വാലിറ്റി എന്താന്നുള്ളത്. ഓക്കെ, സോ ഇന്ത്യയിലെ ഇക്വാലിറ്റി വളരെ കൃത്യമായിട്ട് ഇവിടെ പ്രിയമ്പിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇക്വാലിറ്റി, രണ്ട് ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രിയമ്പിൾ പറയുന്നത് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, രണ്ടാമത്തത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന പരിഗണന, അതിനാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. ചിലപ്പം പണമായിരിക്കാം, ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പം ലൈക്ക് നമ്മുടെ തറവാട് മഹിമയായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ലൈക്ക് സൊസൈറ്റിയിലുള്ള നമ്മുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് വരുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് നൽകുന്ന പരിഗണനയാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാനത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ നല്ല വിലയാണ്. ഓക്കെ, എനിക്ക് എൻ്റെ നാട്ടിൽ നല്ല വിലയാണ്. കാരണം എന്താണ്? എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവരുടെ അടുത്ത് ഞാൻ നല്ല പെരുമാറ്റം ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്. അപ്പൊ എല്ലാവരും എന്നെ എന്ത് ചെയ്യും? ബഹുമാനിക്കും. എല്ലാവരും എനിക്ക് ലൈക്ക് ഒരു ഹയർ സ്റ്റാറ്റസ് കൺസിഡർ ചെയ്യും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുക. ലൈക്ക് ഒരു മാരേജ് അലയൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ആ ഒരു സെയിം സ്റ്റാറ്റസിലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് മാത്രമേ മാരേജ് നടക്കൂ, ഐ മീൻ മാരേജ് റിലേഷൻസ് നടക്കുള്ളൂ. ഓക്കെ, ഞാൻ ഇത് ചിലപ്പം തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോ. UPSC 2024 GS പേപ്പർ 1 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, വെറുതെ പറയുന്നതല്ല. ഈ പറഞ്ഞ എക്സാമ്പിൾ UPSC 2024 മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ചോദ്യം ഇതായിരുന്നു:
ഇന്റർ കാസ്റ്റ് മാരേജസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് ഇന്റർ റിലീജിയസ് മാരേജസ്. വൈ? സോ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, സോ പണ്ടുണ്ടായിരുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റാറ്റസ് ആയിരുന്നു. ഇന്ന് കാസ്റ്റിനെ ഓവർകം ചെയ്തിട്ട് മണി അല്ലെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, ഓക്കെ, പണം, ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ ക്രൈറ്റീരിയ ഓഫ് സ്റ്റാറ്റസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിച്ച് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്, അതുപോലെ ലൈക്ക് പുവർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അപ്പർ മിഡിൽ ക്ലാസ് they will be having a marriage alliance with like upper middle class. Sometimes they may be having with lower middle class or with the rich. Okay, ഇവിടെ എന്തുണ്ടാവില്ല, ഈ റിച്ച് ഹാവിങ് എ മാരേജ് അലയൻസ് വിത്ത് പുവർ ഇസ് നോട്ട് നോർമൽ. അപ്പം ഈ എക്കണോമിക് ക്രൈറ്റീരിയയുടെ ബേസ്ഡ് ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, മാരേജ് അലയൻസ് നടക്കുന്നത്. അപ്പം ഈ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ ഡൊമിനന്റ് ആയപ്പം കാസ്റ്റ് എന്ത് ചെയ്തു, ഇറ്റ് ടുക്ക് എ ബാക്ക് സീറ്റ്. അതുകൊണ്ടാണ് ഇന്റർകാസ്റ്റ് മാരേജസ് ഇപ്പം കൂടുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യമാണ് UPSC 2024 ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തില് പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലെങ്കിൽ നല്ല പെരുമാറ്റം കൊണ്ടും അതല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻസ് കൊണ്ടും ഒക്കെ എനിക്ക് എന്റെ സൊസൈറ്റിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടും. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയമ്പിളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് അല്ല. സൊസൈറ്റി എനിക്ക് എന്ത് തരുന്നു എന്നുള്ള സ്റ്റാറ്റസ് അല്ല, എന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ എന്റെ രാജ്യം എനിക്ക് തരുന്ന സ്റ്റാറ്റസ് ആണ്. The status given or bestowed upon me by the state. സ്റ്റേറ്റ് എനിക്ക് തരുന്ന സ്റ്റാറ്റസ് എന്താണ്? ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇതാണ് എന്റെ സ്റ്റാറ്റസ്. അപ്പൊ ആസ് എ സിറ്റിസൺ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും കിട്ടുന്ന ബെനിഫിറ്റ്, എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ, എല്ലാവർക്കും കിട്ടുന്ന പെൻഷൻ, ഇതെല്ലാം എനിക്കും കിട്ടും. പ്രത്യേകിച്ച് വേറെ ഒന്നും കിട്ടില്ല. അതായത് ഇപ്പം എന്റെ സൊസൈറ്റിയിൽ എനിക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ട്, ഞാനിപ്പോ എവിടെയെങ്കിലും ഒന്ന് പോകുന്ന സമയത്ത് ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എഴുന്നേറ്റ് തരും. ബട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും സ്റ്റേറ്റിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടില്ല. എല്ലാവർക്കും കിട്ടുന്നത് എന്താണോ അത് എനിക്കും കിട്ടും. എനിക്ക് അവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നതായിരിക്കും. സോ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നത്. രണ്ടാമത്തത് ഓപ്പർച്യൂണിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ വലിയവനും ചെറിയവനും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവർക്കും രണ്ട് കാര്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റി ആക്സസ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഈ രണ്ട് കാര്യത്തില് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സ്റ്റേറ്റ് റൺ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സ്റ്റാറ്റസ്, റിലീജിയൻ, കാസ്റ്റ് ഓർ ലൈക്ക് ബർത്ത് ഓഫ് പ്ലേസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ജെൻഡർ, ഇതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, സ്റ്റേറ്റ് റൺ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ജെൻഡർ, കാസ്റ്റ്, റേസ്, റിലീജിയൻ ഓർ ലൈക്ക് ദ പ്ലേസ് ഓഫ് ബർത്ത്, ഗവൺമെന്റിന്റെ ഏത് സർവീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ബേസ്ഡ് അപ്പോൺ ദ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പൊ 10th പാസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ട്, 12th പാസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബട്ട് ഈ 10th പാസ്സായ എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ബാധകമല്ല. 10 പാസ്സായ ഏത് മതത്തിലുള്ള, ഏത് വിഭാഗത്തിൽപ്പെട്ട, ഏത് ജെൻഡർ ആയിട്ടുള്ള, എവിടെ നിന്നുള്ള ആളായാലും, ഇന്ത്യയിൽ എവിടെ നിന്നുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പ്ലസ് ടു ലെവലിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്, ആർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ദ ഡിഗ്രി. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ആ ഒരു ജോലിയുടെ മിനിമം റിക്വയർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ആ പരിഗണന നിങ്ങൾക്കും എന്തുണ്ടാവും, പബ്ലിക് എംപ്ലോയ്മെന്റിലും എഡ്യൂക്കേഷനിലും കിട്ടും. സോ ഈ രണ്ട് കാര്യങ്ങൾ ഇക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ആ ഇക്വാലിറ്റിയുടെ ഡിഫറെന്റ് ഡയമെൻഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് പഠിക്കും. രണ്ടാമത്തത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പഠിക്കും. ഓക്കെ, സോ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയിൽ കുറെ കൂടെ ഡീപ്പായിട്ട് ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റ്. സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇക്വാലിറ്റിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. ഇനി ഇവിടെ തന്നെ ചോദ്യം ഡിഫറെന്റ് രൂപത്തിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഇവിടെ ലൈക്ക് ഈ ഒരു സാധനം നിങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എലോങ് വിത്ത് ഇക്വാലിറ്റി ഇനീക്വാലിറ്റിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇനീക്വാലിറ്റീസ് ഉണ്ട്, അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യമാണ് ഗവൺമെന്റ്സ് റോൾ വിത്ത് റെസ്പെക്ട് ടു ലൈക്ക് എൻഷുറിങ് ഇക്വാലിറ്റി ആൻഡ് അഡ്രസ്സിങ് ഇനീക്വാലിറ്റി. ഓക്കെ, ആൻഡ് ആൾസോ ദ ഡിഫറെന്റ് ഗവൺമെന്റ് മെഷേഴ്സ് അണ്ടർടേക്കൺ. ഇതിന്റെ ഒക്കെ ബേസിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, UPSC എക്സാമിനേഷൻ. ഞാൻ പറയുന്നത് ഈ ചാപ്റ്ററിന്റെ ബേസിലല്ല, UPSC പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എവിടെ എംഫസൈസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഓരോ പെർസ്പെക്റ്റീവിലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളായിരിക്കണം മേജർലി ഈ ചാപ്റ്റർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നൗ ഗെറ്റിംഗ് ഇൻ ടു ദ ഡിസ്കഷൻ ഓൺ ഇക്വാലിറ്റി. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇക്വാലിറ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇക്വാലിറ്റി മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇക്വാലിറ്റി മേജർലി ഡിസ്കസ് ചെയ്യുന്ന ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ കാര്യങ്ങളെയും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ആണ്. പൊളിറ്റി എടുക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് പാർട്ടിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ലൈക്ക് ഒരു മേജർ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 14ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന സമയത്ത് ഇക്വാലിറ്റി ബിഫോർ ലോ. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ലോ. ദെൻ ആർട്ടിക്കിൾ 15ലേക്ക് വരുന്ന സമയത്ത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 14ഉം അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 ഈ രണ്ട് കാര്യം നോക്കുന്ന സമയത്ത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ, ഈ രണ്ട് കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 15. ഈ രണ്ട് കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒന്ന് ഇക്വാലിറ്റി ബിഫോർ ലോ പ്ലസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ആർട്ടിക്കിൾ ലൈക്ക് 16 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 17 വരുന്നുണ്ട്, ആൻഡ് ഫൈനലി ആർട്ടിക്കിൾ 18 വരുന്നുണ്ട്. സോ ഇത്രയും ആർട്ടിക്കിൾസ് മേജർ ആയിട്ട് ഇക്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഓക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, ഈ സോഷ്യൽ ജസ്റ്റിസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആൻഡ് ഫൈനലി സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ജസ്റ്റിസ് മെൻഷൻ ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യും. ഒന്ന് പൊളിറ്റിക്കൽ ആണ്, രണ്ടാമത്തത് എക്കണോമിക്കൽ ആണ്, മൂന്നാമത്തത് സോഷ്യൽ ആണ്. ഈ ഡയമെൻഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതായത് ജസ്റ്റിസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് ഡയമെൻഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? വേറെ എവിടുന്നുമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയമ്പിളിൽ നിന്ന് തന്നെയാണ്. ജസ്റ്റിസ് ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഓക്കെ, സോ ഇത് മൂന്നാണ് ജസ്റ്റിസിന്റെ പൊളിറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ട ഡയമെൻഷൻസ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ ഇക്വാലിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആർട്ടിക്കിൾ 14 to 18ലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ എത്ര ലൈക്ക് ആർട്ടിക്കിൾസ് എവിടെ മുതൽ എവിടം വരെ വരുന്നുണ്ട് എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അത് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് മേജർ ആയിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഈ ഓരോ ആർട്ടിക്കിൾസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ സബ്സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് പഠിക്കണം. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 15 ക്ലോസ് 1 ഉണ്ട്, ആർട്ടിക്കിൾ 15 ക്ലോസ് 2 വരുന്നുണ്ട്, 15 ക്ലോസ് 3. സോ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ആ കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊളിറ്റി പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇവിടെ നിങ്ങൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് എംഫസിസ് ചെയ്ത് നിൽക്കാം. ഓക്കെ, സോ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇക്വാലിറ്റിയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ എവിടെയൊക്കെയാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഏരിയ നമ്മൾ കണ്ടു. ഒന്ന് പ്രിയമ്പിൾ ആണ്, രണ്ടാമത്തത് ആർട്ടിക്കിൾ 14 to 18 ആണ്. ഈ ഒരു ഏരിയ നമ്മൾ പറയുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന 14 മുതൽ 18 വരെ വരുന്ന ആർട്ടിക്കിൾസ് ഇക്വാലിറ്റിയെ കുറിച്ചിട്ട്, റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 14 to 18. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക,
ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നൗ ബാക്കി കാര്യങ്ങൾ ഇവിടെ ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എവറി പേഴ്സൺ ഹാസ് ആക്സസ് ടു ഓൾ പബ്ലിക് പ്ലേസസ് ഇൻക്ലൂഡിംഗ് പ്ലേ ഗ്രൗണ്ട്, ഹോസ്റ്റൽ, ഷോപ്സ് ആൻഡ് മാർക്കറ്റ്സ്. ഓക്കെ, പബ്ലിക് പ്ലേസസ് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടുന്ന് ഒരാൾക്കും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ അതെന്താണ്, നമുക്കുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് തരുന്ന ഒരു റൈറ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് നോ പേഴ്സൺ ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, ഓക്കെ, ഓർ ലൈക്ക് ജെൻഡർ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. നമ്മൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസിന്റെ കാര്യം മെൻഷൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെയും ബേസിൽ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ ഒരു ക്രൈറ്റീരിയ കണ്ടു, അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിന്റെ ബേസിൽ ഡിഫറൻസ് കൊണ്ടുവരാം. 10ാം ക്ലാസ് പാസ്സായ എക്സാം അവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. 12th പാസ്സായ എക്സാം 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരെന്ത് ചെയ്യണം, +2 കൂടെ പാസ്സാവണം. അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്, അത് 10ാം ക്ലാസ്സോ +2 മാത്രം പാസ്സായിട്ട് കാര്യമില്ല. ഡിഗ്രി എക്സാമും കൂടെ പാസ്സായ ആളുകൾക്ക് മാത്രമേ എഴുതാൻ പറ്റും. പക്ഷേ ഡിഗ്രി പാസ്സായ എല്ലാവർക്കും എഴുതാം. ഓക്കെ, സോ അത് എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ജോലിയുടെ റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാത്ത ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇവിടെ എന്തല്ല, അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതാണ് അൺടച്ചബിലിറ്റി. ഓക്കെ, സോ അൺടച്ചബിലിറ്റി മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 17ലാണ്. ആർട്ടിക്കിൾ 17ലാണ് എന്ത് ചെയ്യുന്നത്, അൺടച്ചബിലിറ്റി മെൻഷൻ ചെയ്യുന്നത്. ജസ്റ്റ് കോണ്ടെക്ച്വലി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 16ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം പറയുന്നത്. അതായത് പബ്ലിക് സ്പേസസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്യുന്നത് അവിടെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഗവൺമെന്റ് ഏതൊക്കെ രൂപത്തിലാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് there are like 2 different ways in which the government has tried to implement the equality. അതിലെ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഒന്ന് ത്രൂ ലോസ് ആൻഡ് ദ സെക്കൻഡ് ഇസ് ത്രൂ ദ ഡിഫറെന്റ് ഗവൺമെന്റ് പ്രോഗ്രാംസ്. ഓക്കെ, സോ ഇതിന്റെ മേജർ ആയിട്ടുള്ള ലോസ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. രണ്ടാമത്തത് ഡിഫറെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ് വരുന്നുണ്ട്. ലൈക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഓക്കെ, സോ ഈ ഒരു സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം എന്താണ്, അവർക്കാണ് വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടാതിരിക്കുന്നത്. അവരെയാണ് പ്രോപ്പർ ആയിട്ട് പഠിപ്പിക്കുന്നത്, നമ്മുടെ സൊസൈറ്റി പഠിപ്പിക്കാത്തത്. ഓക്കെ, അപ്പൊ അവർക്ക് പഠനം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏർലി ചൈൽഡ് മാരേജസ് പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് എന്ത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ്, ഞാൻ യൂസ് ചെയ്ത വേർഡ് ശ്രദ്ധിക്കുക, സോഷ്യൽ ജസ്റ്റിസ്. നേരത്തെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ? സർ മനസ്സിലാവുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിലുള്ള കീവേഡ്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് അതേ കോണ്ടെക്സ്റ്റ് തന്നെ എടുക്കുക. ഓക്കെ, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് വേറെ കാറ്റഗറിയാണ്. ഓക്കെ, കാരണം ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്ത ഒരു കാര്യമാണ്, ആണ് പെണ്ണ്. ഓക്കെ, അത് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ആൺ പെൺ വിവേചനം എന്ന് പറയുന്നത്, അത് സൊസൈറ്റിയാണ്. അപ്പൊ അത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന്റെ ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. അപ്പം അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. ഇനി ഇതേപോലെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗ്ലോബലി നമ്മൾ എടുത്തിട്ടുള്ള ഒരു മെഷറാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG എന്ന് പറയുന്നത്. 2015 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തിലേക്ക് ചില ഗോൾസ്, അതായത് 17 ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 17 ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലി ഡിഫറെന്റ് കൺട്രീസ് UN ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ അവര് ഒരുമിച്ച് ചേർന്ന് എടുത്തിട്ടുള്ള ഒരു ഗോൾസ് ആണ്, സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതിലെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഹങ്കർ ആണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ഗോൾ എന്ന് പറയുന്നത് പോവേർട്ടി ആണ്, രണ്ടാമത്തെ ഗോൾ ഹങ്കർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് IR ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. ഇവിടെ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. UN ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. അത് 2015 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൽ 17 ഗോൾസ് വരുന്നുണ്ട്. ഓക്കെ, 17 ഗോൾസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഗോൾ പോവേർട്ടി ആണ്, രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് സീറോ ഹങ്കർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന ദാരിദ്ര്യം ഇല്ലാതാക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഗോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗ്ലോബലി എല്ലാ ഗവൺമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്ത്യൻ ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മേജർ സ്കീമാണ് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഇതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതൊരു സോഷ്യൽ ജസ്റ്റിസ് അതുപോലെ തന്നെ ഒരു എക്കണോമിക് ജസ്റ്റിസ് ആണ്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സാധനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് ഫുഡ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. അതായത് സ്കൂളുകളിലുള്ള ഉച്ചക്കഞ്ഞി വിതരണം, ഉച്ചയാവുന്ന സമയത്ത്, അതാണ് മിഡ് ഡേ, ആ സമയത്ത് മീൽ, ഉച്ചക്കഞ്ഞി വിതരണം, മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് വരുന്നത് തമിഴ്നാടുവിലാണ്. ഓക്കെ, തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ മുഴുവനായിട്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സുപ്രീം കോർട്ട് ആസ്ക്ഡ് ഓൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ബിഗിൻ ദിസ് പ്രോഗ്രാം ഇൻ ദിയർ സ്കൂൾ വിത്തിൻ 6 months. സോ ഇറ്റ് ഈസ് ആൻ ഇന്റർവെൻഷൻ ബൈ ദ സുപ്രീം കോർട്ട്. ഓക്കെ, സോ സുപ്രീം കോടതി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആയിട്ട് ഈ കേസ് സ്റ്റഡി നിങ്ങൾ എടുത്തു വെക്കണം. കാരണം സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസുകൾ കേൾക്കുന്നതായിരിക്കും. അതായത് ജുഡീഷ്യൽ ഓവർ റീച്ച് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഇന്നോവേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കേൾക്കുന്നതായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സുപ്രീം കോർട്ട് ഡയറക്ടിങ് ഓൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു സ്റ്റാർട്ട് മിഡ് ഡേ മീൽ സ്കീം ഫോളോയിങ് ദ സക്സസ് ഇൻ ദ തമിഴ്നാട്. തമിഴ്നാട് ഗവൺമെന്റിന്റെ സക്സസ് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളോടും സുപ്രീം കോടതി എന്ത് ചെയ്തു, മിഡ് ഡേ മീൽ സ്കീം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സോ ദാറ്റ് വാസ് എ ഗുഡ് ഇന്റർവെൻഷൻ. ഒരു ഗുഡ് കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് GS പേപ്പർ 2-ലും അതുപോലെ തന്നെ GS പേപ്പർ 4-ലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ദെൻ അടുത്തൊരു കാര്യം പറയുന്നത്, ലൈക്ക് നമ്മുടെ സൊസൈറ്റിയിലെ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ ഓഫ് ദി മേജർലി ഡിസ്കസ്ഡ് കാര്യമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് ദളിത് വുമൺ. ഓക്കെ, അതായത് ദളിത് വുമൻസ് ഹാവ് ബീൻ എംപ്ലോയിഡ് ടു കുക്ക് ദ മീൽ. ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ, ദളിത് വുമൺ ഹാവ് ബീൻ എംപ്ലോയിഡ് ടു കുക്ക് ദ മീൽ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സാധനത്തിന് കേസ് സ്റ്റഡി ആയിട്ട് UPSC ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ റിയൽ പ്രോബ്ലം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിയൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് സ്റ്റുഡൻസ് were not ready to eat cook prepared by or food prepared by Dalit cook. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂ ഇതിനു മുമ്പ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, I will just show you that issue. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കളക്ടറാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ആ ഫുഡ് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. ഓക്കെ, ആ ഒരു കളക്ടർ അത് കഴിച്ച് കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് വൺ ടൈം അല്ല, പല സമയത്തായിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നടന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ മിഡ് ഡേ മീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ ഇത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിലെ ചമ്പാവത്. ഓക്കെ, അപ്പർ കാസ്റ്റ് സ്റ്റുഡൻസ് റെഫ്യൂസ് ടു ഈറ്റ് മിഡ് ഡേ മീൽ കുക്ക്ഡ് ബൈ ദളിത് യെറ്റ് അഗെയിൻ ഇൻ ഉത്തരാഖണ്ഡ്. യെറ്റ് അഗെയിൻ എന്നാണ് പറഞ്ഞത്. സോ ഇത് ആദ്യമായിട്ടല്ല, ഇറ്റ് ഹാപ്പൻ ഏർലിയർ ആൾസോ. ഇത് May 21, 2022 നടന്നിട്ടുള്ള കേസാണ്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു കേസും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് തമിഴ്നാട് സ്റ്റുഡൻസ് റെഫ്യൂസ് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർഡ് ബൈ ദളിത് കുക്ക്. ഓക്കെ, തമിഴ്നാടുവിലാണ് ഈ മിഡ് ഡേ മീൽ സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത്. But in Tamil Nadu itself, they are not ready to eat. Okay, and this is from September 6, 2023. Then the next issue, the Dalit cook sacked in Uttarakhand. Okay, after upper caste students refused to eat food prepared by her. ഇത് ഡിസംബർ 23, 2021 കേസാണ്. ഇത് 2021 കേസാണ്. ദെൻ ഇത് ഉത്തരാഖണ്ഡിൽ 2022. അതുകൊണ്ടാണ് യെറ്റ് അഗെയിൻ എന്ന് പറഞ്ഞത്. Okay, so you can see how deep this kind of caste system existing in Indian society. Indian society-യിൽ ഇപ്പോഴും എത്രത്തോളം ഈ കാസ്റ്റ് സിസ്റ്റം ഡീപ്പ് റൂട്ടഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് UPSC എന്ത് ചെയ്തത്,
ഇത് കേസ് സ്റ്റഡി ആയിട്ട് ചോദിച്ചത്. ഇത് പലതവണ പല സിറ്റുവേഷനിൽ വീണ്ടും വീണ്ടും ന്യൂസിൽ വന്നതാണ്. അതായത് കുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് ജാതി ചിന്ത അത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഇൻജക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കുട്ടികൾ ഇവര് ദളിതാണെന്നും അവർ ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല എന്നും പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് മച്ച് ഡീപ്പ് റൂട്ടഡ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പൊ ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോഷ്യലൈസേഷന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്കമിങ് ജനറേഷനെ നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കുന്നു, അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, ഡിസ്ക്രിമിനേഷന്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ UPSC GS പേപ്പർ 4 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേസ് സ്റ്റഡി ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം, വായിക്കാം. ഓക്കെ, then even this thing also, Dalit children were discriminated against the like they were treated with untouchability. ഇതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. BR അംബേദ്കർ. Okay, so he was like discriminated by the upper class students. Okay, ഇനി അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ ഇന്ത്യയിലുള്ള ഡിഫറെന്റ് സിനാരിയോസ് നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, then the issues of the equality in the other democracy. അപ്പൊ UPSCക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അതായത് ഇന്ത്യയിലെ സിസ്റ്റത്തിനെ മറ്റുള്ള സിസ്റ്റങ്ങളായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് സെക്യുലറിസം ഇൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്, അതുപോലെ സെക്യുലറിസം ഇൻ ഇന്ത്യ ആൻഡ് USA. സോ ഇത്തരത്തിലൊക്കെ കമ്പാരറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ UPSC ഇതിനു മുമ്പ് ചോദിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സിമിലർലി UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇക്വാലിറ്റി ഇൻ ഇന്ത്യ വേഴ്സസ് അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ സെക്യുലറിസത്തിന്റെ ബേസിൽ വന്നിട്ടുള്ള ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോറി, ഇത് GS പേപ്പർ 1 ആണ്. ഓക്കെ, GS പേപ്പർ 1 then comes to GS പേപ്പർ 2. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസ്കസ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് സെക്യുലർ പ്രിൻസിപ്പിൾസ് ഇൻ US കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2024 GS പേപ്പർ 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കസ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് സെക്യുലർ പ്രിൻസിപ്പിൾസ് ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ സിമിലർലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി ഇൻ ഇന്ത്യ ആൻഡ് അതർ ഡെമോക്രസി. അപ്പൊ അതിനുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് വെരി സിഗ്നിഫിക്കൻറ്റ്ലി. ഓക്കെ, ഇൻ ദി പെർസ്പെക്ടീവ് ഓഫ് ദ മെയിൻസ് എക്സാമിനേഷൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. സോ ലൈക്ക് ആസ് വി സെഡ്, BR അംബേദ്കർ അദ്ദേഹത്തിന്റെ ലൈക്ക് ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദിസ് കോട്ട്. ഇനി അങ്ങോട്ടേക്കുള്ള NCERT 7ാം ക്ലാസ് മുതൽ അപ്പർ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഡിഫറെന്റ് രൂപത്തിലുള്ള ഇതുപോലത്തെ കോട്ടുകൾ, കേസ് സ്റ്റഡീസ് ഓരോരുത്തർക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി കാണാം, റോസ പാർക്സ്. ഓക്കെ, റോസ പാർക്സ് 1913-2005. സോ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ പാർക്സ് ഷി വാസ് ലൈക്ക് ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ ഓർ ബസ് സംതിങ്. അപ്പം സ്വാഭാവികമായിട്ടും ഗാന്ധിജിയുടെ അതേ കേസ് തന്നെ. ഗാന്ധിജിയുടെ അടുത്ത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആൻഡ് ഹി റെഫ്യൂസ്ഡ്. ദ സെയിം തിങ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി കൊണ്ടുവരാം എസ്സേയിലേക്കൊക്കെ വരുന്ന സമയത്ത്. റോസ പാർക്ക് ആൻഡ് ഗാന്ധി, ഓക്കെ, മഹാത്മാഗാന്ധി. സോ യു ക്യാൻ ലൈക്ക് ഇത്തരത്തിലുള്ള സിമിലർ കേസ് സ്റ്റഡീസ്. ഇപ്പൊ ലൈക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന ഒരാള് ഗാന്ധിജിയുടെ മാത്രം കേസ് സ്റ്റഡി എഴുതുന്നു. ഓക്കെ, ഗാന്ധിജി ഹി വാസ് ത്രോൺ ഔട്ട് ഓഫ് ദ ട്രെയിൻ and that made him to think twice about the inequality or the untouchability. അങ്ങനെ ലൈക്ക് he is writing about Gandhi. ബട്ട് അതേ സമയത്ത് നിങ്ങൾ ഒരാൾക്ക് പകരം 2 പേരെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി കൊണ്ടുവരാന്ന് വിചാരിക്കാം, ഗാന്ധി ആൻഡ് റോസ പാർക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കമ്പാരറ്റീവ് ആയിട്ടാണ് ഈ സാധനത്തിന് പ്രസന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
that essay will be having a huge impact. Okay, definitely തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് 40 മാർക്കാണെങ്കിൽ you will get 50 marks. ആ ഒരു മൊമെന്റം നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദി എസ്സേയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. Okay, so Rosa Parksന്റെതും സെയിം തന്നെയാണ്. And her this refusal to like give away or like to move away from her seat in this bus, that finally led to the civil rights movement in USA. Okay, USA civil rights movement അത് ലീഡ് ചെയ്തു, and finally that led to Civil Rights Act in 1964 that prohibited discrimination on the basis of race, religion, or national origin. Okay, so this was the case study. Okay, so this is like very, very important. And where this is happening? This is happening in America. Okay, so this is happening in America. And the year is 1964. So America has brought this social justice. Okay, ഇതെന്താണ് social justice ആണ്. Prohibiting discrimination on basis of race, religion, and national origin. അപ്പൊ അതെന്താണ്? Social justice ആണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ഡെമോക്രസി ആയിരിക്കാം. പക്ഷെ ആ ഡെമോക്രസിയിൽ ഇക്വാലിറ്റി, അതായത് സോഷ്യൽ ജസ്റ്റിസ് വരുന്നത് 1964ലാണ്. അതും ഫോളോയിങ് ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. ബട്ട് ഇന്ത്യൻ ഡെമോക്രസിയിൽ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. 1949 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ടൈം ഇനാക്ട് ചെയ്തപ്പോൾ തന്നെ എന്തുണ്ട്? അവിടെ ഈ പറയുന്ന ജസ്റ്റിസ് ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഇസ് ദേർ. സോഷ്യൽ ജസ്റ്റിസ് ഇസ് ദേർ ഇൻ ദ ഇന്ത്യൻ പ്രിയമ്പിൾ ആൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആദ്യമായിട്ട് സോഷ്യൽ ജസ്റ്റിസ്, ലൈക്ക് ഞാൻ ഈ രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അമേരിക്കനെക്കാട്ടിലും മുമ്പ് തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. സോ ഇത് നമ്മുടെ പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ കമ്പയർ ചെയ്യാനുള്ള സാധനമാണ്. ഈ എസ്എ പെർസ്പെക്റ്റീവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാവുന്ന ഒരു ചോദ്യം. ഓക്കെ, ജസ്റ്റ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഈ റോസ പാർക്കറുടെ കേസ് സ്റ്റഡി എങ്ങനെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് ഓർ ലൈക്ക് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളത്. റോസ പാർക്കറുടെ ഒരു കേസ് സ്റ്റഡി നമുക്ക് ഒരു എസ്സേയിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു ചോദ്യം. യാ, ഇവിടെ all ideas having large consequences are always simple. ഓക്കെ, ഒരു നമ്മുടെ എസ്സേയില് 2024 സെക്ഷൻ ബിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് all ideas having large consequences are always simple. അപ്പം അമേരിക്കയെ പോലത്തെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസിനെ പോലും ചേഞ്ച് ചെയ്ത് സിവിൽ റൈറ്റ് മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്ത ഇൻസിഡന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ വെരി സിമ്പിൾ ഐഡിയ. ആ സിമ്പിൾ ഐഡിയ ഇസ് ദാറ്റ് ഷീ refused to give up her seat on the bus to a white man. എന്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ട്, എന്റെ സീറ്റിൽ നിന്ന് ഞാൻ എണീറ്റ് പോകില്ല. ദാറ്റ് വാസ് എ വെരി സിമ്പിൾ തിങ്. But that finally led to the civil rights movement and ultimately led to the final change in the entire United States. And it led to the implementation of the social justice. So, അവിടെ കൊടുക്കാൻ പറ്റുന്ന വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് റോസ പാർക്സിന്റെ ഈ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. Okay, so that's how you have to utilize the information when it comes to the UPSC examination. അപ്പോൾ ഒരു മൾട്ടി ഡയമെൻഷനിൽ എങ്ങനെയെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കണ്ടന്റ് കൊണ്ടുവരാം എന്നതാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്താണ്, ദ കോസ്റ്റ് ഓഫ് ബീങ് റോങ് ഇസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. അപ്പം അതേ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കൊണ്ടുവരാം. അതായത് റോസ പാർക്സ് ഷീ ഡിഡന്റ് ഹെസിറ്റേറ്റ് ടു ഒപ്പോസ് ദ വൈറ്റ് മാൻ. വൈറ്റ് മാനെ ഒപ്പോസ് ചെയ്യാൻ അവൾ എന്ത് ചെയ്തിട്ടില്ല, മടിച്ചിട്ടില്ല. സോ ഇവിടുത്തെ റൈറ്റ്, ആ ഒരു സൊസൈറ്റിയിലെ അന്നത്തെ റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, വൈറ്റ് മാൻ ഈസ് സുപ്പീരിയർ ടു ബ്ലാക്ക്. ഇതാണ് ആ സൊസൈറ്റിയിലെ അന്നത്തെ റൈറ്റ് എന്ന് പറയുന്നത്.
and she has gone wrong against it. Okay, she has gone wrong against it, and this wrong later become the right. Okay, so we have, it is like better than do nothing. ഒന്നും ചെയ്യാതെ ഈ പറയുന്ന വിവേചനം സഹിച്ചുകൊണ്ട് നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ആ സൊസൈറ്റിയുടെ ശരികൾക്കെതിരെ നീങ്ങുന്നതാണ്. That finally led to change the society into the right path. അപ്പൊ ഈ രൂപത്തിലെ റിലേഷൻസ് നിങ്ങൾക്ക് എസ്സേയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളെ വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു ആർ ലൈക്ക് സേഫ് വെൻ ഇറ്റ് കംസ് ടു ദി എസ്സേ. അപ്പൊ അവിടെയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, യു ഷുഡ് ബി ഏബിൾ ടു ലൈക്ക് പ്രസന്റ് ദ ഐഡിയാസ് ബൈ ഇന്റർപ്രറ്റിംഗ് വാട്ട് എവർ ദ നോളജ് യു ഹാവ്. സോ ദിസ് ഇസ് വൺ വേ ഓഫ് ലൈക്ക് റൈറ്റിംഗ് ദി എസ്സേ. ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് എങ്ങനെയായിരിക്കണം NCERT എന്നുള്ള കണ്ടന്റിനെ നിങ്ങൾ അതുമായിട്ട് ബന്ധിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഫോളോ ഇറ്റ്. ഓക്കെ, ദെൻ ദ ചാലഞ്ചസ് ഇൻ ദ ഡെമോക്രസി. ഒരു ഡെമോക്രസിയിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇനീക്വൽ ആണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഡിഫറെന്റ് കാറ്റഗറി, ഡിഫറെന്റ് സെക്ഷൻ, ഡിഫറെന്റ് ലൈക്ക് പെർസ്പെക്റ്റീവ്, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ലൈക്ക് എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ട്, സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഡിഫറെന്റ് കാസ്റ്റ് വരുന്നുണ്ട്, ഡിഫറെന്റ് റിലീജിയൻ വരുന്നുണ്ട്, ഡിഫറെന്റ് ജെൻഡർ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇനീക്വാലിറ്റി ആണ്. ദെൻ ലൈക്ക് റീജിയണൽ ഇനീക്വാലിറ്റി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് കേരള വേഴ്സസ് ബീഹാർ. കേരള ഇസ് ലൈക്ക് ഡെവലപ്ഡ് whereas ബീഹാർ ഇസ് അണ്ടർ ഡെവലപ്ഡ്, സ്റ്റിൽ ഡെവലപ്പിംഗ്. അപ്പൊ റീജിയണൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദർ ആർ ലൈക്ക് അംബാനി ഇസ് there. Okay, and there are people like us, middle class. Then there are like people who is living in slum. ചേരികളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, സ്ലം ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇത് ഷോസ് ദ എക്കണോമിക് ഇനീക്വാലിറ്റി. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഗവൺമെന്റ് ഹാസ് ടു അഡ്രസ് ഈച്ച് ഓഫ് ദിസ് തിങ്. ഓക്കെ, സോ അതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. Then Article 15 is given over here. Okay, so it shows that prohibition of discrimination on grounds of religion, race, caste, sex or place of birth. It is being prohibited. Okay, so ഒന്നാമത്തത് സ്റ്റേറ്റ് എന്ത് ചെയ്യരുത്, ആർട്ടിക്കിൾ 15 ക്ലോസ് 1 പറയുന്നത് സ്റ്റേറ്റ് എന്ത് ചെയ്യരുത്, ഇതിന്റെ ബേസിൽ ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ആർട്ടിക്കിൾ 15 ക്ലോസ് 2 വരുന്ന സമയത്ത് ആക്സസിങ് ദ പബ്ലിക് പ്ലേസസ്. ഓക്കെ, ആർട്ടിക്കിൾ 15 ക്ലോസ് 2 ക്ലോസ് സബ് ക്ലോസ് എ, അതിലേക്ക് വരുന്ന സമയത്ത് പബ്ലിക് സ്പേസസ് ആക്സസ് ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, യൂസ് ഓഫ് വെൽ, ടാങ്ക്, ബാത്തിങ് ഗഡ്സ്, റോഡ്സ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് മെയിൻറ്റെയിൻ വൂളി ഓർ പാർട്ട്ലി ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട് ഓർ ഡെഡിക്കേറ്റഡ് ടു ദ യൂസ് ഓഫ് ദ ജനറൽ പബ്ലിക്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും ഒരാളെ മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, സോ ആർട്ടിക്കിൾ 15 കുറിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ദെൻ ഇക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14 എന്ത് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾ 14 and 15 യു ഹാവ് ടു റിമെമ്പർ ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്. ദെൻ യു ക്യാൻ സീ ഇന്ത്യ സീസ് ability in you. So it's like a disability. So instead of disability, India sees ability in you. So that's what is Sugamya Bharat Abhiyan. So ഇതൊരു സ്കീമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ലോ, രണ്ടാമത്തത് ഗവൺമെന്റിന്റെ സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ്. ഇത് രണ്ടും നിങ്ങൾ ഇക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ ലോ നിങ്ങൾ പഠിച്ചു, ആർട്ടിക്കിൾ 14 and 15 പഠിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സുഗമ്യ ഭാരത് അഭിയാൻ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പബ്ലിക് സ്പേസസിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലൈക്ക് അങ്ങോട്ടേക്ക് ഈ ഉന്തുവണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഈ സ്ലാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ സാധാരണ സ്റ്റെപ്പുകൾക്ക് പകരം ഈ സ്ലാൻഡഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ടോയ്ലറ്റ്സ് ഉണ്ടായിരിക്കും ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്, സുഗമ്യ ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നൊരു
ഒരു ബിൽഡിങ്ങിന് പെർമിറ്റ് കിട്ടും, ഒരു പബ്ലിക് ബിൽഡിങ്ങിന് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എഫേർട്ട് എടുത്തത്. ഓക്കെ, സോ ദിസ് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ is part of the social justice initiative of the government. അപ്പൊ അതൊരു പ്രോഗ്രാം ആണ്. So that you have to understand. Okay, then ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. So it's again ask you to reread the article 14. So എന്റെ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ആർട്ടിക്കിൾ 14 to 18 വരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു റീഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം, വോട്ടവകാശമുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ദെൻ അടുത്തത് എല്ലാവർക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എവറി പേഴ്സൺ ഈസ് വർത്ത് റെസ്പെക്ട് ഓർ ഈസ് വർത്തി ഓഫ് റെസ്പെക്ട്. അപ്പൊ ഈ രണ്ട് കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. ഓക്കെ, സോ അത് ലൈക്ക് നമുക്ക് നമ്മുടെ രാഷ്ട്രം നൽകുന്ന ഒരു അവകാശമാണ്, നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അവകാശമാണ്. ഓക്കെ, അതൊരു പൊളിറ്റിക്കൽ ആണ്. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, പൊളിറ്റിക്കൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടു. സോ ഇറ്റ് ഹാസ് ലൈക്ക് ബിഗാൻ ഇൻ USA 1964 ഫൈനലി അത് കൾമിനേറ്റ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. Then the next is regarding the state government, how the state government is functioning. സോ അതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, സോ ചാപ്റ്റർ 2 ഇത് ഡിസ്കസസ് ഹെൽത്ത് ആസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ഫോർ ദ പീപ്പിൾ. ഈ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പല ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, GS പേപ്പർ 2ലും അതുപോലെ GS പേപ്പർ 3ലും എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് ടു ഹെൽത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഫണ്ടമെന്റൽ റൈറ്റിന് അണ്ടറിലാണ് വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആണ്. സോ ലൈഫിന്റെ ഒരു കമ്പോണന്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ഈ ആർട്ടിക്കിൾ 21ന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഹെൽത്ത് അത് ലൈക്ക് ഡിഫറെന്റ് ആസ്പെക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് വരുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലൈക്ക് സൈക്കോളജിക്കൽ വരുന്നുണ്ട്. ഈ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മാനസികം. ഇപ്പൊ ലൈക്ക് എന്റെ ഡിഗ്നിറ്റി മറ്റൊരാളുടെ മുമ്പിൽ ഇല്ലാതായി കഴിഞ്ഞാൽ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്റെ മോർഫ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ്, ഇമേജസ് അത് സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെ മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് എന്റെ റൈറ്റ് ടു പ്രൈവസി എവിടെ പ്രൊട്ടക്റ്റഡ് ആവുന്നത്, ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം അത് എന്റെ മാനസികവും അതുപോലെ തന്നെ ലൈക്ക് എന്റെ മെന്റൽ, ഓക്കെ, മാനസികമായിട്ടുള്ളതും അതുപോലെ തന്നെ എന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹെൽത്തിനെ അത് ഇമ്പാക്ട് ചെയ്യും. So in order to avoid that and protect from such kinds of health impact, Constitution guarantees right to privacy under Article 21. ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് ഓർത്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യാം. അതുപോലെ ചാപ്റ്റർ 3 ഓക്കെ, ചാപ്റ്റർ 3 നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർലി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ആണ്. ഇതിൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഓക്കെ, സോ ഹെൽത്ത് എന്ന് പറയുന്നത് ഇതിന് രണ്ട് ഡയമെൻഷൻസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GS പേപ്പർ 2ലും വരുന്നുണ്ട്, GS പേപ്പർ 3ലും വരുന്നുണ്ട്. ഓക്കെ, സോ ആ രണ്ട് പെർസ്പെക്റ്റീവിലും നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. സോ ആ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് വി വിൽ സ്റ്റഡി. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇസ് റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഹെൽത്ത്. ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിസ്കസിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. സോ വാട്ട് ഇസ് ഹെൽത്ത്? An absolutely good question. What is health? അപ്പം ഇത് ജസ്റ്റ് ഫിസിക്കൽ മാത്രമല്ല, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീങ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്. അവർ എബിലിറ്റി ടു റിമൈൻ ഫ്രീ ഓഫ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ് isn't only about a disease. Okay, it is also about the different other things. അത് സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന പോലെ ഡിസീസിനെ നമുക്ക് ഡിസീസ് ഇല്ലാതിരിക്കുക എന്നത് മാത്രമല്ല ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് നമുക്കിപ്പോൾ എന്താണ്, ക്ലീൻ വാട്ടർ കിട്ടണം, ഡ്രിങ്കിങ് വാട്ടർ, പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെന്റ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ ഹെൽത്തി ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഇസ് ലൈക്ക് എയർ പൊല്യൂട്ടഡ് ആണ്. സോ ദ ഗവൺമെന്റ് ഇസ് നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് എ പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെന്റ്. സോ ഈ പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 21. ഓക്കെ,
സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദിസ് പൊല്യൂഷൻ ഓർ റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെന്റ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 21. ഈ ഒരു കാര്യമാണ് ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ദെൻ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതിനും 3 ടയർ സിസ്റ്റംസ് വരുന്നുണ്ട്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അതുപോലെ ലൈക്ക് ഈവൻ നമ്മുടെ പഞ്ചായത്ത്. ഓക്കെ, സോ പഞ്ചായത്തുകളുടെ അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആശാ വർക്കേഴ്സ്, ഓക്കെ, ഇങ്ങനത്തെ സ്കീമുകളൊക്കെ പഞ്ചായത്തിന്റെ അണ്ടറിലേക്ക് വരുന്നുണ്ടായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ, ഓക്കെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ ലൈക്ക് ഡിസ്ട്രിക്ട് ഹെൽത്ത് സെന്റർ, ഇതൊക്കെ ആരുടെ അണ്ടറിലാണ് വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലേക്കാണ് വരുന്നത്. ദെൻ കംസ് ലൈക്ക് ദ മെഡിക്കൽ കോളേജസ്. ഈ മെഡിക്കൽ കോളേജസിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് കംസ് അണ്ടർ ബോത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് വെൽ ആസ് ലൈക്ക് national governments or like the central government. Okay, for say for example like എയിംസ് മാനേജ് ചെയ്യുന്നത് അതുപോലെ ലൈക്ക് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ ദർ ആർ ലൈക്ക് ജിപ്മർ. ഓക്കെ, ജിപ്മർ ഹോസ്പിറ്റൽസ് ആർ ദിയർ. അപ്പൊ ഇതാരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ലൈക്ക് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജസ് ദിയർ. അപ്പൊ ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ സംതിങ് ഒരു പുതിയ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യാറുണ്ട്? ഫണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് 3 ടയർ സിസ്റ്റത്തിലെ എല്ലാ ഗവൺമെന്റ്സും എന്ത് ചെയ്യാറുണ്ട്? അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ദെൻ ദിസ് ഇസ് എ വെരി ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ UPSCയിലെ നിങ്ങൾ ഡോക്യുമെന്റ്സ് പഠിക്കുന്ന സമയത്ത് അവിടെ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസസ് ആണ് മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ് ആർ സെറ്റിൽഡ് ഇൻ അർബൻ ഏരിയാസ്. അതായത് 30% ഓഫ് ദി പോപ്പുലേഷൻ. ഇത് നമ്മൾ UPSCയിലെ മെയിൻസ് ആൻസറിൽ പ്രസന്റ് ചെയ്യാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാർ ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, അതായത് ഇത് പോപ്പുലേഷന്റെ ഗ്രാഫാണ്. ജസ്റ്റ് സെക്കൻഡ്, ഇത് പോപ്പുലേഷന്റെ ഗ്രാഫാണ്. ഓക്കെ, നമ്മൾ വരയ്ക്കുന്ന ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷന്റെ ഗ്രാഫാണ് ഇത്. ദെൻ അടുത്ത ഗ്രാഫ് ഇങ്ങനെ 2 ക്ലോസ് ഡയഗ്രാംസ് വെച്ചിട്ടാണ് നമ്മളിത് സാധാരണ UPSCയുടെ മെയിൻസിൽ കണ്ടന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാറുള്ളത്. ഇതെന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഈ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്. ദ നെക്സ്റ്റ് ഇസ് ലൈക്ക് ദി പോപ്പുലേഷൻ ഓഫ് ദി ഡോക്ടേഴ്സ്. അപ്പൊ ഇത് റൂറൽ ഏരിയയിലെ പോപ്പുലേഷൻ ആണ്. ഇത് 70% ആണ്. അവിടെ സെർവ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് ജസ്റ്റ് 30% ആണ്. ഓക്കെ, സോ റൂറൽ ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 67% ഓഫ് ഇന്ത്യ ഇസ് ലിവിംഗ് ഇൻ റൂറൽ ഏരിയ. ദെൻ അടുത്തത് അർബൻ ഏരിയ ആണ്. അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 33% ആണ്. ബട്ട് ഓൾമോസ്റ്റ് 70% ഡോക്ടേഴ്സ് ആർ സെർവിങ് ഇൻ ദിസ് റീജിയൻ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇനീക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഗ്രാഫിലൂടെ ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത് നമ്മൾ GS പേപ്പർ 3-ലൊക്കെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യാറുള്ളത്? കണ്ടന്റ് പ്രസന്റ് ചെയ്യാറുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ് ആർ സെറ്റിൽഡ് ഇൻ അർബൻ ഏരിയ. ഇത് നമ്മുടെ ഹെൽത്ത് കെയറിൽ ഒരു മേജർ ഇഷ്യൂ ആണ്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ഹെൽത്ത് കെയറിലെ നെക്സ്റ്റ് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 21% ഓഫ് ആൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ വാട്ടർ ബോൺ. അപ്പൊ ഈ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ചാലഞ്ച്. ഓക്കെ, അതൊരു മേജർ ചാലഞ്ച് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു മേജർ ചാലഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ജസ്റ്റ് സെക്കൻഡ്, PDF ഒന്നുകൂടെ ഓപ്പൺ ആക്കട്ടെ.
ഓക്കെ, കാണാൻ പറ്റുന്നല്ലേ? സർ കാണാം. ഓക്കെ. ഇതിലെ രണ്ടാമത്തെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അല്ലെങ്കിൽ പടരുന്ന ഡിസീസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയാറുണ്ടല്ലോ, ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം പടരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അതല്ലാതെ ഒരു വ്യക്തിയിൽ മാത്രമായിട്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഷുഗർ. ഓക്കെ, ഷുഗർ. ഈ ഷുഗർ, എനിക്ക് ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ആ ഷുഗർ പകരില്ല. ഞാൻ ഭക്ഷണം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ കുറഞ്ഞു കിട്ടും. അതുപോലെ ലൈക്ക് കൊളസ്ട്രോൾ, ഒബിസിറ്റി, ഇതൊക്കെ എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അത് പലപ്പോഴും എന്തായിരിക്കും, ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഫുഡ്, അതുപോലെ എൻ്റെ ആരോഗ്യം, വ്യായാമം, ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ എനിക്ക് പ്രിവെന്റ് ചെയ്യാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് അത് പടരും. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് കോവിഡ്. ഓക്കെ, അതുകൊണ്ടായിരുന്നു നമ്മൾ ഐസൊലേഷൻ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ കൊടുത്തിട്ട് ഐസൊലേഷൻ കൊണ്ടുവന്നത്. ദെൻ ലൈക്ക് കോളറ. ഇതൊക്കെ ഓരോ വ്യക്തികളിൽ നിന്ന് അടുത്ത വ്യക്തികളിലേക്ക് പടരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അതിലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലെ 21% ഇത് ത്രൂ വാട്ടർ ബോൺ ഡിസീസസ് ആണ്. ഡയറിയ, ഓക്കെ, വേംസ്, ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം. സോ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് സ്പ്രെഡിങ് ത്രൂ വാട്ടർ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് പ്യുവർ ഓർ ഗുഡ് ഡ്രിങ്കിങ് വാട്ടർ. നല്ല ഡ്രിങ്കിങ് വാട്ടർ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഓക്കെ, സോ അതും കൂടി ഇതിന്റെ കൂടെ ഈ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെൽത്ത് സെക്ടറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഈ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അതായത് അറ്റ് ദ ബോട്ടം ലെവൽ ആശാ വർക്കേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ആശാ വർക്കേഴ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ലെവലാണ് എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വരുന്നുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വരുന്നുണ്ട്, ഡിസ്ട്രിക്ട് ഹെൽത്ത് സെന്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് മെഡിക്കൽ കോളേജസ്. മെഡിക്കൽ കോളേജസിന്റെ കാറ്റഗറി തന്നെ നമുക്ക് എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇത്തരത്തില് ഡിഫറെന്റ് ലെയേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. ലൈക്ക് ദർ ആർ ലൈക്ക് ഡിഫറെന്റ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആർ ദിയർ, like Apollo is there, Baby Memorial Hospitals are there, okay, then Maitra is there, Mother Hospital is there, like different hospitals are there. ഇതൊക്കെ എന്താണ്, പ്രൈവറ്റ് സെക്ടർ ആണ്. ബട്ട് നമ്മുടെ പബ്ലിക് സെക്ടർ, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം, അതെങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫറെന്റ് ലെയേഴ്സ് ആണ്. ഓക്കെ, ഇനി ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് രണ്ട് ടേമും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തില് നമുക്കൊരു രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ തടഞ്ഞു നിർത്തുന്നു. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അതാണ് കൊറോണയുടെ സമയത്ത് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ലോക്ക്ഡൌൺ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നു. അതാണ് പ്രിവെന്റീവ്. then അടുത്തതാണ് ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ ആക്കുക. എനിക്ക് രോഗം വന്നു കഴിഞ്ഞു, ആ വന്നു കഴിഞ്ഞ് എന്നെ ചികിത്സിച്ച് രോഗം സുഖപ്പെടുത്തുന്നതിനെയാണ് ക്യൂറേറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയും ഈ രണ്ട് ടേംസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഡോണ്ട് കൺഫ്യൂസ്, ഇത് എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, ജസ്റ്റ് അത് രണ്ടും അതിന്റെ കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, കോസ്റ്റ് ഓഫ് എ ക്യൂർ. സോ ക്യൂറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗം സുഖപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ആ രണ്ട് ടേമും കൂടെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്യുക, ഒരു സ്റ്റോറി പോലെ കൊടുത്തിട്ടുണ്ട്. ദെൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, അത് നമ്മളിപ്പം ജസ്റ്റ് മെൻഷൻ ചെയ്തു. ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സർവീസസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ലൈക്ക് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീഡ് ചെയ്യാം. ദെൻ ദ ഗവൺമെന്റ് മസ്റ്റ് സേഫ് ഗാർഡ് ദ റൈറ്റ് ടു ലൈഫ് ഓഫ് എവറി പേഴ്സൺ, ആർട്ടിക്കിൾ 21. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെൽത്തിനെ നമ്മൾ ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ദെൻ പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ്, അതിനെക്കുറിച്ച് ലൈക്ക് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഇപ്പൊ നിങ്ങൾക്ക് തന്നു. അപ്പൊ ഇവരൊക്കെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഏതൊരു ഡോക്ടറും ഹി ഹാസ് ടു രജിസ്റ്റർ. അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യണം, അദ്ദേഹത്തിന് മറ്റൊരാളെ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ
ഹി ഹാസ് ടു ഗെറ്റ് രജിസ്റ്റേർഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ മെഡിക്കൽ ഷോപ്സ്. ഈ മെഡിക്കൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ജൻ ഔഷധി പരിയോജന എന്ന് പറയുന്നത്. ജൻ ഔഷധി പരിയോജന എന്ന് പറയുന്നത്, അതായത് ഈ മെഡിസിൻസ് ഒക്കെ ഓൾമോസ്റ്റ് ലൈക്ക് 70% ഡിസ്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ സ്കീമിന് പറയുന്ന പേരാണ് ജൻ ഔഷധി പരിയോജന എന്ന് പറയുന്നത്. ഓക്കെ, ജൻ ഔഷധി സ്റ്റോർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീം പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്ന പോലെ മെഡിസിൻസ് ആർ ലൈക്ക് എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഇത്തരത്തിലുള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. ഓക്കെ, ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർസ് ഓർ ജൻ ഔഷധി പരിയോജന. അപ്പൊ അതെന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ദെൻ അടുത്തൊരു കാര്യമാണ്, ഇപ്പൊ നമ്മളൊരു മരുന്ന് വാങ്ങുന്ന സമയത്ത് അതിനൊരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും, ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും. അതുപോലെ അതിനൊരു ജനറിക് നെയിമും ഉണ്ടായിരിക്കും. ഓക്കെ, ജനറിക് നെയിമും ഉണ്ടായിരിക്കും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു കമ്പോണന്റ് ഉണ്ടാക്കി. ഓക്കെ, അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ലൈക്ക് കോഴി എന്ത് ചെയ്തു, ഞാൻ മസാലയിൽ ഇട്ടു. അങ്ങനെ മസാലയിൽ ഇട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ കുറച്ചു നേരം വേവിച്ചു. അങ്ങനെ ആ വേവിച്ചതിന് മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, അരി ഇട്ടു. എന്നിട്ട് ഞാൻ അത് എന്ത് ചെയ്തു, മൂടി വെച്ചു, ദമ്മിലിട്ട് വെച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പൊട്ടിക്കുന്നു. ഈ സാധനത്തിന് പറയുന്ന പേരെന്താ? ബിരിയാണി. ഇത് ഇതിന്റെ കോമൺ നെയിം ആണ്. ഓക്കെ, ലൈക്ക് ഇതാണ് ഇതിന്റെ ജനറിക് നെയിം. ഇനി ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോവാണ്. ഇനി ഞാൻ ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് കൊടുക്കാൻ പോവാണ്. ലൈക്ക് കോയാക്കാസ് ബിരിയാണി, ഓക്കെ, തലശ്ശേരി ബിരിയാണി, മലബാറി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി. സംഭവം എല്ലാം ബിരിയാണി തന്നെയാണ്. ഓക്കെ, ഇവിടെ ലൈക്ക് ഈ കോയാക്കയുടെ ബിരിയാണിക്ക് 110 രൂപയാണ്, തലശ്ശേരി ബിരിയാണിക്ക് 180 രൂപയാണ്, മലബാരി ബിരിയാണിക്ക് 210 രൂപയാണ്, ഹൈദരാബാദി ബിരിയാണിക്ക് 310 രൂപയാണ്. അപ്പൊ ഒരു ഡോക്ടർക്ക് ലൈക്ക് ജസ്റ്റ് ഇതിനെ മെഡിസിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു ഡോക്ടർ ബിരിയാണി കഴിക്കണം. അപ്പൊ ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഇതിൽ ഏതും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഡോക്ടർക്ക് ഈ പറയുന്ന ഹൈദരാബാദി ബിരിയാണി പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ആ പേഷ്യന്റ് ഓരോ തവണയും 310 രൂപ കൊടുക്കണം ഇത് കഴിക്കണമെങ്കിൽ. അപ്പം ഇത് പാടില്ല. മറിച്ച് എന്തായിരിക്കണം, അതായത് ഈ ജനറിക് സാധനം ബിരിയാണി കഴിക്കുന്നതാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അതിന്റെ ജനറിക് സാധനമായിരിക്കണം സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു നിയമം കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ജനറിക് നെയിം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ മരുന്നിനും ഒരു കോമൺ സാധനം ഉണ്ടായിരിക്കും. ആ മരുന്നിന്റെ ഡിഫറെന്റ് രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ലൈക്ക് പാരസെറ്റമോൾ, ഡോളോ, ഇതൊക്കെ ലൈക്ക് അതിനൊക്കെ ഒരു ജനറിക് സാധനം ഉണ്ട്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് കൊടുക്കുന്നതാണ് ഡോളോ, പാരസെറ്റമോൾ, ഇതൊക്കെ. കമ്പനി വേറെ വേറെ കമ്പനി അങ്ങനെയാണോ? അതെ, അതായത് വേറെ വേറെ കമ്പനി, അതാണ് ലൈക്ക് ബ്രാൻഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ജനറിക് നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് ഒരു ഡോക്ടർ ഹി ഷുഡ് പ്രിസ്ക്രൈബ് ദി ജനറിക് നെയിം. ആ ജനറിക് നെയിം ഉണ്ടെങ്കിലുള്ള രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇയാൾക്ക് ചീപ്പ് ആയിട്ടുള്ള മെഡിസിൻ എന്ത് ചെയ്യാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പേഷ്യന്റിന് ഈ രോഗത്തിനുള്ള ആ പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ അറ്റ് ചീപ്പ് റേറ്റിൽ വാങ്ങാൻ പറ്റും. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ആൾസോ ഗീവ്സ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ, അതായത് റൈറ്റ് ടു ചോയ്സ്, അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഈ പേഷ്യന്റിന്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് ഇതിലെ നാടും എനിക്ക് കഴിക്കാം എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷനും, അതുപോലെ ഇതിൽ ഏതും തിരഞ്ഞെടുക്കാനുള്ള ഒരു റൈറ്റ് ടു ചോയ്സും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം പല മെഡിസിൻസും നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടില്ല. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ വാങ്ങാൻ പറ്റുള്ളൂ. അതുള്ള സ്റ്റോറിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ. എന്നാൽ ഡോക്ടർ നിങ്ങൾക്ക് ബിരിയാണി വേണം, അല്ലെങ്കിൽ ബിരിയാണിയാണ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്, അതായത് ജനറിക് നെയിമാണ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് എനി ഓഫ് ദിസ്. അപ്പൊ നിങ്ങളുടെ റൈറ്റ് ടു ചോയ്സും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് മെഡിക്കൽ എത്തിക്സ്. ഓക്കെ, മെഡിക്കൽ എത്തിക്സ് ഏതൊക്കെ ഫീൽഡ് വരുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾ ഈ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പഠിക്കും. അതിന്റെ ഒരു കൾമിനേഷൻ ആണ് GS പേപ്പർ 4ലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ നേരത്തെ കണ്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ തന്നെ, അതിലെ മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നതാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ മൂന്നാമത്തെ ഗോളാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്നത്. ഓക്കെ,
So for that, the government has to provide quality healthcare services. Then healthcare le പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ഫൈൻ. സോ ഇതിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേരള ഗവൺമെന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തമിഴ്നാട് ഗവൺമെന്റിന്റെ മിഡ് ഡേ മീൽ സ്കീം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അംഗനവാടിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ കുട്ടികൾക്ക്, അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിന്റെ അണ്ടറിലാണ്, ICDS. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് വാട്ടർ, ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അംഗനവാടിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് എന്നുള്ളത് മാത്രമല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ അംഗനവാടീസ് വി ആർ പ്രൊവൈഡിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലൈക്ക് മീൽസ്, ഫുഡ്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അമൃതം പൊടി. ഓക്കെ, അമൃതം പൊടി. സോ ദിസ് ഇസ് ലൈക്ക് വെരി പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലൈക്ക് ഫ്ലോർ പൗഡർ ആണ്, അല്ലെങ്കിൽ പൊടിയാണ് അമൃതം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത സാധനമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഈസി ടു കുക്ക്. കാരണം കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പലരെ സംബന്ധിച്ചിട്ടും ഒരു ടാസ്ക് ആണ്. ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ ലൈക്ക് ഇലക്ട്രിക് സ്റ്റവ് വെച്ചിട്ട് കുക്ക് ചെയ്യാം. മറ്റുള്ള ആളുകൾക്ക് വിറക് പോലും ശേഖരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈസി ടു കുക്ക് ആയിരിക്കണം. അപ്പൊ അത് കൺസിഡർ ചെയ്തുകൊണ്ട് ന്യൂട്രീഷ്യസ് ആൻഡ് ഈസി ടു കുക്ക് ആയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, അമൃതം പൊടി കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ വൺ ഓഫ് ദ സക്സസ്ഫുൾ എക്സാമ്പിൾ കോസ്റ്റാറിക്കയുടെ അപ്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ സെൻട്രൽ അമേരിക്കൻ കൺട്രി ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു സക്സസ്, ആ ഒരു സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ സ്റ്റോറി GS പേപ്പറിൽ മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് എനിവേ ജസ്റ്റ് GS പേപ്പർ 2ലോ 3ലോ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് സക്സസ് സ്റ്റോറി ഓഫ് കോസ്റ്റാറിക്ക എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് റീഡ് ചെയ്ത് വെക്കാം. അതല്ലാതെ ലൈക്ക് ഈ ഒരു ഏരിയ വിട്ടാലും കുഴപ്പമില്ല, കാരണം ആസ് എച്ച് അത്ര റെലവെന്റ് അല്ല. ബട്ട് എനിവേ ബെറ്റർ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സക്സസ് ഇറ്റ് കംസ് ഫ്രം ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഹൗസിംഗ്. ദേ പ്രൊവൈഡഡ് ഇറ്റ്. ഈവൻ നമ്മുടെ ഗവൺമെന്റിനും അറ്റ് പ്രസന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ചാലഞ്ച് ആയിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ കാര്യമാണ്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ സാനിറ്റേഷൻ, ന്യൂട്രീഷൻ, ഹൗസിംഗ്, ഇത് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റിൽ വി ആർ ഫേസിങ് ചാലഞ്ചസ്. ലൈക്ക് ഈ സാനിറ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ, ഓക്കെ, സ്വച്ഛ് ഭാരത് അഭിയാൻ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രീഷന് വേണ്ടിയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ലൈക്ക് ഹൗസിംഗിന് വേണ്ടിയിട്ട് ഇന്ദിരാ ആവാസ് യോജന, ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് PM ആവാസ് യോജന, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ബട്ട് ഇതൊക്കെ അതിന്റെ സക്സസിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് ഒരു സക്സസ്ഫുൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത്. അപ്പൊ ആ ഒരു രൂപത്തിൽ കോസ്റ്റാറിക്കയുടെ എക്സാമ്പിൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. ഈ രണ്ട് ചാപ്റ്ററിലേക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്യുക. രണ്ട് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ മേജർ ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ.